ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസാണ്. പിന്നെ നമുക്ക് കളർ പേപ്പറുകൾ വേണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ നിന്നും വീതി കുറഞ്ഞൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ താഴെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ താഴെയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചെറിയൊരു ന്യൂസ് പേപ്പറിൻ്റെ പീസ് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 2019 മെയ് 6-ാം തീയതിയാണ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാലം എടുത്തിട്ടാണ് നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ താഴെ ഈ ഒരു പീസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് വെച്ച് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മളത് ബാക്കിലേക്ക് മടക്കി വീണ്ടും വീണ്ടും റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവറായി കിട്ടും. നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ശരിയായി കിട്ടുമൊന്നുമില്ല. 1-2 ഫ്ലവർ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ശരിയായി കിട്ടും. ഫ്ലവർ മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മുടെ ഫ്ലവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫ്ലവറിൻ്റെ ഇടയിലൂടെ എല്ലാം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തു. കളർ പേപ്പറുകൾ വെച്ച് ഇത്രയും പൂക്കളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് നമ്മൾ കുറച്ച് ഇലകളും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളും പൂക്കളും എല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ ചെയ്തെടുത്തിട്ടുള്ള ഇതിന് വേണമെങ്കിൽ നമുക്ക് പെയിൻ്റൊക്കെ കൊടുത്തെടുക്കാം. നമ്മളിവിടെ അതിന് പെയിൻ്റൊന്നും കൊടുത്തെടുത്തിട്ടില്ല. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളാണ് നമ്മൾ ആദ്യം അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഫ്ലവറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓരോ ഫ്ലവറും അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ പൂക്കളായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിതിൻ്റെ താഴെയായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ താഴെ ഡബിൾ സൈഡ് ടാപ്പ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.